ഹായ് ഫ്രണ്ട്സ്, സബിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു തമിഴ് ക്രൈം ത്രില്ലർ മൂവി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സിനിമയുടെ സ്റ്റോറി പ്ലോട്ട് നോക്കാം നമുക്ക്. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നമ്മുടെ നായകൻ രാത്രി കാലത്ത് കാറിൽ യാത്ര ചെയ്യായിരിക്കും. കാറിൽ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോയിരിക്കും. മുഖത്ത് എന്തോ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തോ ഒരു ടെൻഷൻ ഉണ്ടാവും. ഇടയ്ക്ക് വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട്, ഞാനിപ്പോൾ വരാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കാറിൽ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവും. ഒരു ബൈക്ക് പെട്ടെന്ന് വന്ന് ബൈക്ക് ഇടിച്ച് തെറിപ്പിക്കുകയാണ്. അപ്പോൾ ഇറങ്ങിപ്പോയി നോക്കുന്ന സമയത്ത് ഈ ബൈക്കിലെ യാത്രക്കാരന് ജീവൻ ഉണ്ടാവില്ല. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കി പെട്ടെന്ന് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവനെ എടുത്തിട്ട് കാറിൻ്റെ ഡിക്കിയിൽ കൊണ്ടുവച്ചിടും. കാറിൻ്റെ ഡിക്കിയിൽ കൊണ്ടുവച്ചിട്ട് പിന്നെയും മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെ ഒരു പോലീസ് പോലീസ് ചെക്ക് പോസ്റ്റ് അല്ല, പോലീസ് ചെക്കിങ് ഉണ്ടാവും. അവിടെ വെച്ചിട്ട് ഇവനെ തടയുന്നതും പിന്നീട് നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. പിന്നെയുള്ളത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കണം എന്തൊക്കെയാണെന്നുള്ളത്. ഈ ക്രൈം പിടിക്കപ്പെടുമോ, എന്താണ് സംഭവിക്കുന്നത്, പിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നതും അവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കൂടുതലും സ്റ്റേഷൻ തന്നെയാണ്, പോലീസ് സ്റ്റേഷൻ എന്നുള്ള കുറേ കാര്യങ്ങളാണ് കൂടുതലും കാണിക്കുന്നതാണ്. അപ്പോൾ സിനിമയുടെ പേരെന്താണെന്ന് നോക്കിയാൽ സട്ടം എൻ കയ്യിൽ നിന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിനിമയിൽ സതീഷാണ് പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. കോമഡി വേഷങ്ങളിലൊക്കെ കൂടുതലും കോമഡി വേഷങ്ങളിൽ മാത്രം കണ്ടുവന്ന സതീഷ് ഇതുപോലൊരു കഥാപാത്രത്തെ ചെയ്യുന്ന സമയത്ത് എന്താവും എന്നുള്ളത് ഇതിൻ്റെ പോസ്റ്ററൊക്കെ കണ്ട സമയത്ത് എനിക്ക് വലിയ ആകാംക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ടതാണ്. നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ആ ഒരു കഥാപാത്രം അടിപൊളിയായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ മൊത്തം 1.25 മണിക്കൂർ സിനിമയുടെ ദൈർഘ്യം വരുന്നുള്ളൂ. ഫസ്റ്റ് ഹാഫിൽ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ലാഗ് എവിടെയും ഫീൽ ചെയ്ത പോലെ തോന്നി. ഒന്നുകൂടി ഫാസ്റ്റ് ആക്കാമായിരുന്നു. പക്ഷേ 1.25 മണിക്കൂറുള്ള അതുകൊണ്ട് വലിയ സീനില്ല. പിന്നെ അങ്ങോട്ട് സെക്കൻഡ് ഹാഫിൽ പിന്നെ ഫുള്ള് ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. നല്ല എൻഗേജിങ് ആണെന്നുള്ളതാണ്. എൻഗേജിങ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. അടുത്തെന്ത് സംഭവിക്കും എന്നുള്ള പിടിക്കപ്പെടുമോ എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ ഭയങ്കരമായിട്ട് സീറ്റ് അഡ്ജായിട്ട് പിടിച്ചിരുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്ത് സംഭവിക്കും, അടുത്തെന്താ പിടിക്കുമോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ആ സിനിമയിൽ അങ്ങോട്ട് ഇൻവോൾവ് ആയി നിൽക്കുന്ന സമയത്തുള്ള കുറച്ച് സസ്പെൻസ് കാര്യങ്ങളൊക്കെ. എങ്ങോട്ടാണ് സിനിമ പോകുന്നത്, സിനിമ എങ്ങനെയാണ് ഈ സിനിമ അവസാനിപ്പിക്കുക എന്നുള്ള ഒരു ഐഡിയ നമുക്ക് തരില്ല. പക്ഷേ അവസാനം അടിപൊളി ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഈ സിനിമയിൽ 2 പോലീസുകാർ വരുന്നുണ്ട്. ഒരേ സ്റ്റേഷനിലുള്ള 2 പോലീസുകാർ വരുന്നുണ്ട്. അവർ തമ്മിലുള്ള ഈഗോ ക്ലാഷ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടും ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ത്രില്ലിംഗ് മേക്കിംഗ് ആണ്. ലാസ്റ്റ് അത്യാവശ്യം കൊള്ളാവുന്ന ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. സസ്പെൻസ് നിലനിർത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതിനെയാണ് അവർ എഴുത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത്. ഫസ്റ്റ് മുതൽ അവസാനം വരെ ആ ഒരു സസ്പെൻസ് നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. നമ്മളെ എങ്ങനെയാണെന്നുള്ള ആ ഒരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് സിനിമ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം മുഷിപ്പിക്കാത്ത രീതിയിൽ തന്നെ സിനിമ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ടെക്നിക്കൽ സൈഡുകളൊക്കെ അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിലുള്ള ക്യാമറ കാഴ്ചകളും മറ്റൊക്കെ അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചില സ്ഥലങ്ങളിലൊക്കെ ഒന്നുകൂടി ഓക്കെ ആക്കാമായിരുന്നു എന്നുള്ളൊരു ഫീൽ വന്നു. എൻ്റെ ഒരു ഒപ്പീനിയനാണ്. അപ്പോൾ അത്രയൊക്കെയാണ്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ബോറടിക്കാതെ കാണാൻ പറ്റിയ, ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നില്ല, ക്രൈം സസ്പെൻസ് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് സട്ടം എൻ കയ്യിൽ എന്ന് പറഞ്ഞ സിനിമ. തമിഴ് ഭാഷയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കണ്ടു നോക്കാവുന്ന ഒരു സീരീസാണ്. ക്രൈം ത്രില്ലർ പ്രേമികൾ, സീരീസ് അല്ല സിനിമയാണ്. ക്രൈം ത്രില്ലർ പ്രേമികൾക്കൊക്കെ എന്തായാലും ഒരു തവണ കണ്ടു നോക്കാവുന്ന സിനിമയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സിനിമയാണ്. ലോ ബജറ്റ് മൂവിയാണ്, വലിയൊരു ബജറ്റിലുള്ള സിനിമയല്ല. പക്ഷേ ആ ഒരു ബജറ്റിൽ അവർ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. കുറച്ചായി ഈ സിനിമ കുറച്ചായി റിലീസ് ചെയ്തിട്ട് ഞാൻ കുറച്ചായി സിനിമ കണ്ടിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ആ ഒരു ഈ സിനിമയെക്കുറിച്ചുള്ള ഒരു വിശേഷങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ, ഈ ഒരു സിനിമ പരിചയപ്പെടുത്താൻ ഇതിനു മുമ്പേ തന്നെ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, പക്ഷേ കാണാത്തവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും കണ്ടു നോക്കുക. ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.